നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. പുതുക്കാട് സെന്ററിന് സമീപം ദേശീയപാതയോരത്ത് കൂട്ടിയിട്ട ടാറിംഗ് അവശിഷ്ടങ്ങളിൽ ബൈക്കിടിച്ച് മറിഞ്ഞ് യുവാവ് മരിച്ചു. ശക്തമായ മഴയിൽ വരാക്കര കാളക്കല്ലിൽ വീടിനോട് ചേർന്ന് മണ്ണിടിഞ്ഞ് മതിൽ തകർന്നു. കാളക്കല്ല് കല്ലംകുളം മൂലംകോട്ടിൽ മനോജിന്റെ വീട് അപകടാവസ്ഥയിലായി. വയനാട് ദുരിതബാധിതരെ കേന്ദ്ര സർക്കാർ അവഗണിക്കുന്നുവെന്നാരോപിച്ച് അഖിലേന്ത്യാ കിസാൻ സഭ പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആമ്പല്ലൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. കൊടകര പഞ്ചായത്തിലെ പേരാമ്പ്രയിൽ കനാലിന്റെ കരിങ്കൽ കെട്ടിടിഞ്ഞ് അപകട ഭീഷണിയായി. പറപ്പൂക്കര PVS ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ആദരായനം ചടങ്ങിൽ ദേശീയ, സംസ്ഥാന, ജില്ലാ, ഉപജില്ലാ കലാ കായിക ശാസ്ത്ര മത്സരങ്ങളിലെ ജേതാക്കളെ ആദരിച്ചു. വാർത്തകൾ വിശദമായി. പുതുക്കാട് സെന്ററിന് സമീപം ദേശീയപാതയോരത്ത് കൂട്ടിയിട്ട ടാറിംഗ് അവശിഷ്ടങ്ങളിൽ ബൈക്ക് ഇടിച്ചു മറിഞ്ഞ് യുവാവ് മരിച്ചു. ഒരാൾക്ക് പരിക്കേറ്റു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തായി. മലപ്പുറം തിരൂർ സ്വദേശി പൂഴക്കുന്നത്ത് വീട്ടിൽ 28 വയസ്സുള്ള അഭിനന്ദാണ് മരിച്ചത്. ഒല്ലൂർ ആനക്കല്ല് സ്വദേശി 26 വയസ്സുള്ള വിഷ്ണുവിനാണ് പരിക്കേറ്റത്. ചൊവ്വാഴ്ച പുലർച്ചെ 1 മണിയോടെയായിരുന്നു അപകടം. പുതുക്കാട് ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച് വടക്കേത്തുറവിലുള്ള താമസ സ്ഥലത്തേക്ക് പോകുന്നതിനിടെയായിരുന്നു അപകടം. ദേശീയപാതയോരത്ത് കൂട്ടിയിട്ട ടാറിംഗ് മാലിന്യത്തിൽ ബൈക്ക് ഇടിച്ച് ഇരുവരും റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. ബൈക്കിന് പുറകിലിരുന്ന അഭിനന്ദിന്റെ തലയ്ക്കാണ് പരിക്കേറ്റത്. ഇരുവരെയും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അഭിനന്ദിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. കെഫോൺ കരാർ കമ്പനിയുടെ തൃശൂർ സൂപ്പർവൈസറാണ് മരിച്ച അഭിനന്ദ്. പുതുക്കാട് വടക്കേത്തുറയിലുള്ള വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ദേശീയപാതയിൽ അറ്റകുറ്റപ്പണിക്കായി നീക്കം ചെയ്ത ടാറിംഗ് മാലിന്യമാണ് പുതുക്കാട് ഭാഗത്ത് കൂട്ടിയിട്ടിരുന്നത്. ദേശീയപാതയോട് ചേർന്ന് കൂട്ടിയിട്ട ഈ മാലിന്യത്തിലാണ് ബൈക്ക് ഇടിച്ചു മറിഞ്ഞതും. വെളിച്ചക്കുറവുള്ള ഈ ഭാഗത്ത് മാലിന്യം നിക്ഷേപിച്ചത് അധികൃതരുടെ അനാസ്ഥയാണെന്നും നാട്ടുകാർ ആരോപിച്ചു. സംഭവം നടന്ന് മണിക്കൂറുകൾക്കകം തൊഴിലാളികളെ എത്തിച്ച് ടാറിംഗ് മാലിന്യ കൂമ്പാരം നിരത്തിയിട്ടു. അപകടത്തെ തുടർന്ന് പുതുക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. പുതുക്കാട് ദേശീയപാതയോരത്ത് ടാറിംഗ് മാലിന്യ കൂനയിൽ ബൈക്ക് ഇടിച്ചു മറിഞ്ഞ് യുവാവ് മരിച്ച സംഭവത്തിൽ ജില്ലാ കളക്ടർക്ക് പരാതിയുമായി AIYF. ടാറിംഗ് മാലിന്യം കൃത്യമായി നീക്കം ചെയ്യാത്തതാണ് ഒരു ജീവൻ നഷ്ടമാകാൻ ഇടയാക്കിയതെന്ന് AIYF ആരോപിച്ചു. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് AIYF പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് VR രബീഷ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡിന് പരാതി നൽകിയത്. ശക്തമായ മഴയിൽ വരാക്കര കാളക്കല്ലിൽ വീടിനോട് ചേർന്ന് മണ്ണിടിഞ്ഞ് മതിൽ തകർന്നു. കാളക്കല്ല് കല്ലംകുളം മൂലംകോട്ടിൽ മനോജിന്റെ വീടിനോട് ചേർന്ന് മണ്ണിടിഞ്ഞതോടെ വീട് അപകടാവസ്ഥയിലായി. തൊട്ടടുത്ത വീടിന് മുൻപിലും മണ്ണിടിയാവുന്ന സ്ഥിതിയിലാണ്. ചൊവ്വാഴ്ച പുലർച്ചെ പെയ്ത മഴയിലാണ് സംഭവം. വ്യാപകമായി മണ്ണിടിഞ്ഞതോടെ മതിൽ തകർന്ന് റോഡിലേക്ക് പതിക്കുകയായിരുന്നു. മതിൽ വീണ് 2 വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. വൈദ്യുതി പോസ്റ്റ് മറിഞ്ഞു വീണ് തടസ്സപ്പെട്ട വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. അളഗപ്പ നഗർ പഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിച്ചു. വയനാട് ദുരിതബാധിതരെ കേന്ദ്ര സർക്കാർ അവഗണിക്കുന്നുവെന്നാരോപിച്ച് അഖിലേന്ത്യാ കിസാൻ സഭ പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആമ്പല്ലൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം TK സുധീഷ് ഉദ്ഘാടനം ചെയ്തു. വയനാട്ടിലെ ദുരിതബാധിതർക്ക് കേന്ദ്രം വാഗ്ദാനം ചെയ്ത സഹായങ്ങൾ ഇതുവരെയും ലഭ്യമായില്ലെന്നും പ്രധാനമന്ത്രി നേരിട്ടെത്തിയിട്ട് പോലും സഹായങ്ങൾ ദുരിതബാധിതർക്ക് നൽകിയില്ലെന്നും TK സുധീഷ് ആരോപിച്ചു. വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയം ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് കിസാൻ സഭയുടെ നേതൃത്വത്തിൽ ഇന്ന് സംസ്ഥാന വ്യാപകമായി ഇതുപോലുള്ള പ്രതിഷേധ സമരങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകളിൽ നടത്തി സംഘടിപ്പിച്ചു. പ്രതിഷേധ യോഗത്തിൽ KM ചന്ദ്രൻ അധ്യക്ഷനായി. TN മുകുന്ദൻ, ആനന്ദകുമാർ, മധു എന്നിവർ പ്രസംഗിച്ചു. ഒരു സംസ്ഥാന ഗവൺമെന്റിന് ചെയ്യാൻ കഴിഞ്ഞതിന്റെ പരമാവധി കേരളത്തിലെ ജനങ്ങൾ, കേരളത്തിന് പുറത്തുള്ള, കേരളത്തിന് ഈ ദുരന്തത്തിന് വേണ്ടി നിരവധി സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. കൊടകര പഞ്ചായത്തിലെ പേരാമ്പ്രയിൽ കനാലിന്റെ കരിങ്കൽ കെട്ട് ഇടിഞ്ഞ് അപകട ഭീഷണിയായി.
റോഡിനോട് ചേർന്നുള്ള കരിങ്കൽ കെട്ട് ഇടിഞ്ഞിട്ട് 1 വർഷത്തോളമായെങ്കിലും പുനർനിർമ്മിക്കാനുള്ള നടപടി ഉണ്ടായിട്ടില്ല. പേരാമ്പ്ര ചെറുകുന്ന് റോഡിലുള്ള ബ്രാഞ്ച് കനാലിന്റെ കരിങ്കൽ കെട്ടാണ് മാസങ്ങൾക്ക് മുൻപ് തകർന്നത്. കനാലിന് മുകളിൽ കൂടി റോഡ് കടന്നു പോകുന്നതിനാൽ ഇവിടെ നിർമ്മിച്ചിട്ടുള്ള അണ്ടർ ടണലിലൂടെയാണ് കനാൽ വെള്ളം റോഡിനപ്പുറത്തെത്തിക്കുന്നത്. ഇതിനായി റോഡിന്റെ ഇരുവശത്തും 6 അടിയോളം താഴ്ചയിൽ കുഴികൾ നിർമ്മിച്ചിട്ടുണ്ട്. ഈ കുഴികളിലേക്ക് യാത്രക്കാർ വീഴാതിരിക്കാനായി നിർമ്മിച്ചിട്ടുള്ള സുരക്ഷാ ഭിത്തിയുടെ കരിങ്കൽ കെട്ടാണ് മാസങ്ങളായി തകർന്നു കിടക്കുന്നത്. സ്കൂൾ ബസ്സുകളടക്കമുള്ള വാഹനങ്ങളും കാൽനടക്കാരും കടന്നുപോകുന്ന റോഡരികിലെ കരിങ്കൽ ഭിത്തി പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകിയെങ്കിലും ഫണ്ടില്ലെന്ന് പറഞ്ഞ ഇറിഗേഷൻ അധികൃതർ കൈമലർത്തുകയാണെന്ന് പ്രദേശവാസിയും പൊതുപ്രവർത്തകനുമായ പുഷ്പാകരൻ തോട്ടുംപുറം പറഞ്ഞു. പൊളിഞ്ഞിട്ടൊരു 6-7 മാസം കഴിഞ്ഞു. നമ്മൾ ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകി. നാളിതുവരെ നടപടി ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അത് യാതൊരു കാരണവശാലും ഇപ്പോൾ പുതുക്കി പണിയുന്നതിന് സർക്കാരിൽ ഫണ്ടില്ല എന്നാണ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത്. ഈ പാലം ഇങ്ങനെ കിടന്നാൽ നിരവധിയായ വാഹനങ്ങൾ, അത് ബസ്സടക്കം നമ്മുടെ സരസ്വതി വിദ്യാനികേതനിലെ സ്കൂൾ ട്രിപ്പ് ബസ്സുകൾ നിരവധിയാണ് ഇതിലെ പോകുന്നത്. ആ വാഹനങ്ങൾ പോകുമ്പോൾ ഒരാൾക്ക് പോലും ഈ കനാൽ പാലത്തിൻ്റെ അടുത്തുകൂടി നടന്നു പോകുന്നതിനുള്ള വീതിയില്ല. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഈ പാലം പുനർനിർമ്മിക്കണം എന്നാണ് നമ്മുടെ ആവശ്യം. ഇല്ലെങ്കിൽ നിരവധിയായ അപകടങ്ങൾ ഇവിടെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. റോഡിന് വീതി കൂട്ടാനാവശ്യമായ തരത്തിൽ കരിങ്കൽ ഭിത്തി പുനർനിർമ്മിച്ച് വാഹനങ്ങൾക്ക് സുഗമമായി കടന്നുപോകാനുള്ള സൗകര്യം ഒരുക്കണമെന്ന ആവശ്യവും നാട്ടുകാർ ഉന്നയിച്ചു. യാത്ര ഇഷ്ടപ്പെടുന്നവർക്കായി മൂന്നാർ, മറയൂർ, കാന്തല്ലൂർ എന്നിവിടങ്ങളിലേക്ക് കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യാൻ വീണ്ടും അവസരം ഒരുക്കുകയാണ് KSRTC പുതുക്കാട് ഡിപ്പോ. പുതുക്കാട് ഡിപ്പോയുടെ കീഴിലെ രണ്ടാമത്തെ ബജറ്റ് ടൂറിസം യാത്ര ഡിസംബർ 8-നാണ്. രാവിലെ 5:15-നാണ് യാത്ര ആരംഭിക്കുന്നത്. ഇരവിക്കുളം നാഷണൽ പാർക്ക്, ആനമുടി വ്യൂ പോയിന്റ്, തേയിലത്തോട്ടം വ്യൂ, മറയൂർ, മുരുകൻമല, മുനിയറകൾ, ഇരച്ചിൽ വാട്ടർഫോൾസ്, തേൻപാറ, മറയൂർ, ചന്ദനക്കാട്, ഫാം ഹൗസ് തുടങ്ങിയവ സന്ദർശിക്കും. ഉച്ചഭക്ഷണവും ജീപ്പ് സഫാരിയും അടക്കം 1400 രൂപയാണ് നിരക്ക്. നവംബർ 24-നായിരുന്നു പുതുക്കാട് ഡിപ്പോയിൽ നിന്നുള്ള ആദ്യ യാത്ര. ആലങ്ങാട് സൗഹൃദ കൂട്ടായ്മയിലെ 50-അംഗ സംഘമാണ് മാമലക്കണ്ടം മൂന്നാർ യാത്രയിൽ പങ്കെടുത്തത്. പറപ്പൂക്കര PVS ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ആദരായനം ചടങ്ങിൽ ദേശീയ, സംസ്ഥാന, ജില്ലാ, ഉപജില്ലാ കലാ കായിക ശാസ്ത്ര മത്സരങ്ങളിലെ ജേതാക്കളെ ആദരിച്ചു. ക്രൈംബ്രാഞ്ച് DYSP PR ബിജോയ് ഉദ്ഘാടനം ചെയ്തു. മാനേജർ TS മുരളി അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ വോളിബോൾ ടീം മുൻ ക്യാപ്റ്റൻ മൊയ്തീൻ മുഖ്യാതിഥിയായി. ഇന്ത്യൻ ടഗ് ഓഫ് വാർ കോച്ച് ടെലിൻ തമ്പി സമ്മാനദാനം നിർവഹിച്ചു. പ്രധാനാധ്യാപിക K സുധയ, പ്രിൻസിപ്പൽ ലേഖ N മേനോൻ, PTA പ്രസിഡന്റ് CK ബിനേഷ് എന്നിവർ സംസാരിച്ചു. പരിശീലകരെയും ചടങ്ങിൽ ആദരിച്ചു. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം 2024 സമാപിച്ചു. സമാപനത്തോടനുബന്ധിച്ച് മത്സര വിജയികൾക്കുള്ള ട്രോഫി വിതരണവും ഉദ്ഘാടനവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു അധ്യക്ഷയായിരുന്നു. ജേഴ്സി വിതരണം പുതുക്കാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് TS രാജു നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷാജു കാളിയങ്കര, ആൻസി ജോബി, സുമ ഷാജു, അനൂപ് മാത്യു, പ്രീതി ബാലകൃഷ്ണൻ, ഫിലോമിന ഫ്രാൻസിസ്, സെക്രട്ടറി ഉമ ഉണ്ണികൃഷ്ണൻ, ജൂനിയർ സൂപ്രണ്ട് PA അൻവർ എന്നിവർ പ്രസംഗിച്ചു. പറപ്പൂക്കര പഞ്ചായത്തിലെ ആലത്തൂർ, പന്തല്ലൂർ, പറപ്പൂക്കര എന്നിവിടങ്ങളിൽ മിനി മാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് തുക അനുവദിച്ചാണ് മിനി മാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചത്. KK രാമേന്ദ്രൻ MLA സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷത വഹിച്ചു. അളഗപ്പ നഗറിൽ കടയിൽ നിന്നും അണലിയെ പിടികൂടി. ESIക്ക് സമീപത്തുള്ള കടയിൽ നിന്നാണ് അണലിയെ കണ്ടെത്തിയത്. സ്നേക് വോളണ്ടിയറായ ദിനേഷ് അമ്പല്ലൂർ സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടി. മൂന്നുമുറി സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് പള്ളിയിൽ അടുത്ത മാസം ആഘോഷിക്കുന്ന അമ്പു തിരുനാളിന് മുന്നോടിയായി തിരുനാൾ ലോഗോ പുറത്തിറക്കി. ലോഗോ പ്രകാശനവും തിരുനാൾ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും വികാരി ഫാദർ ജോർജ് വേഴപ്പറമ്പിൽ നിർവഹിച്ചു. കൈക്കാരൻ ബിജു തെക്കൻ, തിരുനാൾ ജനറൽ കൺവീനർ സണ്ണി ചിരിയങ്കണ്ടത്ത്,
മീഡിയ കൺവീനർ ജസ്റ്റിൻ മങ്കുഴി എന്നിവർ സന്നിഹിതരായി. എം വിജയലക്ഷ്മി ടീച്ചറുടെ സ്മരണാർത്ഥം ഫാസ്റ്റ് പാടി നടത്തിയ ചിത്രരചനാ മത്സര വിജയികൾക്ക് ഡോക്ടർ കവിത ബാലകൃഷ്ണൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ടി കെ ലാലിന്റെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനം ഡോക്ടർ കവിത ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ വി കെ കാസിം, പി ജി ശിവൻകുട്ടി, കെ സി ഷാജു, വി എം ഹംസ, ഷീല രാജൻ, ടി ബാലകൃഷ്ണ മേനോൻ, സുനിൽ സബര്യ എന്നിവർ പ്രസംഗിച്ചു. എരുമപ്പെട്ടി മുട്ടിക്കൽ റേഷൻ കടയ്ക്ക് സമീപം നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ വൈദ്യുത പോസ്റ്റിൽ ഇടിച്ചു കയറി. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ ചൊവ്വാഴ്ച രാവിലെ 8 മണിയോടെയായിരുന്നു അപകടം. വടക്കാഞ്ചേരി ഭാഗത്ത് നിന്ന് വരികയായിരുന്ന പിക്കപ്പ് വാൻ മുട്ടിക്കൽ റേഷൻ കടയ്ക്ക് സമീപം എത്തിയതോടെ നിയന്ത്രണം വിട്ട് പാതയോരത്തെ വൈദ്യുത പോസ്റ്റിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ വൈദ്യുത പോസ്റ്റ് മുറിഞ്ഞ് റോഡിലേക്ക് ചെരിഞ്ഞു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മൊബൈൽ ക്രിമിറ്റോറിയം വ്യാഴാഴ്ച വൈകുന്നേരം 4-ന് കെ രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ അധ്യക്ഷത വഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്തും മുഖ്യാതിഥികളാകും. രാവിലെ കഴിക്കാവുന്ന ആരോഗ്യകരമായ പ്രഭാത ഭക്ഷണത്തിൽ ഒന്നാണ് പുട്ടും കടലയും. മലയാളികളുടെ തനതായ വിഭവം. ആവി പറക്കുന്ന പുട്ടും ചുടു കടലക്കറിയും നൽകുന്ന ആരോഗ്യ ഗുണങ്ങൾ ധാരാളമാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത് ശീലമാക്കുന്നത് ഏറെ നല്ലതാണ്. ഒരു റിപ്പോർട്ട്. പുട്ടും കടലയും നൽകുന്ന ആരോഗ്യപരമായ ഗുണങ്ങൾ പലതാണ്. ഇവ രണ്ടും ചേരുമ്പോൾ ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻ, വൈറ്റമിനുകൾ, കാർബോഹൈഡ്രേറ്റ് തുടങ്ങിയ പല ഘടകങ്ങളും ലഭിക്കുന്നു. ആവിയിൽ വേവിച്ചെടുക്കുന്ന ഭക്ഷണമായതുകൊണ്ട് തന്നെ പല ആരോഗ്യ ഗുണങ്ങളും ഒരുമിക്കുന്ന ഒന്നാണ് പുട്ട്. എണ്ണ ഉപയോഗിക്കാതെ പാചകം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഏറെ ആരോഗ്യകരവുമാണ് ഇത്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ എന്നിവയടങ്ങിയ പുട്ട് ഒരു ദിവസം മുഴുവൻ ഊർജം നൽകാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമാണ്. കടല കുതിർത്തി ഇത് വേവിച്ചുണ്ടാക്കുന്ന കറി പുട്ടിന് രുചി നൽകുന്നു എന്ന് മാത്രമല്ല പല ഗുണങ്ങളും നൽകുകയും ചെയ്യുന്നു. പ്രോട്ടീൻ ഉൾപ്പെട്ട ഭക്ഷണമായതുകൊണ്ട് തന്നെ മസിലുകളുടെ ആരോഗ്യത്തിന് ഉത്തമമാണിവ. ഒപ്പം രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ തോത് നിയന്ത്രിച്ചു നിർത്താനും ഇത് ബെസ്റ്റാണ്. കടലയിൽ ധാരാളം നാരുകളുണ്ട്, അതുകൊണ്ട് തന്നെ ദഹനത്തിനും സഹായിക്കും. കാലാവസ്ഥ. കൂടിയ താപനില 27 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. ഏറ്റവും കുറഞ്ഞ യോഗ്യത MBBS ബിരുദം. ഉദ്യോഗാർത്ഥികൾ ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൗൺസിലിന്റെ സ്ഥിരം രജിസ്ട്രേഷൻ, പ്രവൃത്തി പരിചയം, പ്രായം എന്നിവ തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പുകളും സഹിതം കൂടിക്കാഴ്ചയ്ക്കായി ബുധനാഴ്ച ഉച്ചയ്ക്ക് 12-ന് മുളങ്ങുന്നത്തുകാവിലുള്ള മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിന്റെ കാര്യാലയത്തിൽ എത്തിച്ചേരണം. നാഷണൽ ആയുഷ് മിഷൻ ഭാരതീയ ചികിത്സാ വകുപ്പിന് കീഴിലുള്ള ആശുപത്രികളിലേക്കുള്ള കുക്ക് തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. SSLC-യാണ് യോഗ്യത. പ്രായപരിധി 40 വയസ്സ്. ഉദ്യോഗാർത്ഥികൾ അപേക്ഷ സഹിതം തൃശൂർ രാമവർമ്മ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജറുടെ ഓഫീസിൽ ഡിസംബർ 6-ന് രാവിലെ 10-ന് നടക്കുന്ന വാക്ക്-ഇൻ ഇന്റർവ്യൂവിന് എത്തിച്ചേരണം. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0487293919. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7090 രൂപ, പവന് 56,720 രൂപ. കല്ലൂർ പാലയ്ക്കപ്പറമ്പ് പുറത്തൂര് പനോക്കാരൻ കൊച്ചപ്പൻ ഭാര്യ മേരി അന്തരിച്ചു. 84 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ആന്റണി, പീറ്റർ, ബെന്നി എന്നിവർ മക്കളും മിനി, ജോയ്സി, സിജി എന്നിവർ മരുമക്കളുമാണ്. മറവാഞ്ചേരി ചക്കാലമറ്റത്ത് പൊന്തോക്കൻ പോൾ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച വൈകുന്നേരം 4-ന് ചെങ്ങന്നൂർ സ്നേഹപുരം സെന്റ് ജോസഫ് പള്ളിയിൽ. സിസിലിയാണ് ഭാര്യ. മെർലിൻ, മനോഹർ, മീര എന്നിവർ മക്കളും. റോഫി, മേബിറ്റ്, ജിൻഡോ എന്നിവർ മരുമക്കളുമാണ്. പറപ്പൂക്കര അമ്പാട്ടുപറമ്പിൽ പരേതനായ മാമുക്കുട്ടി ഭാര്യ ജാനകി അന്തരിച്ചു. 93 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10-ന് വീട്ടുവളപ്പിൽ.
ചന്ദ്രൻ, ജയ, സത്യൻ, അശോകൻ, ബാബു, മധു, ജയാനന്ദൻ, ഇന്ദു, പരേതനായ നന്ദനൻ എന്നിവർ മക്കളും. ശോഭന, ദിവാകരൻ, ലളിത, ഗീത, അജിത, രതിക, സംഗീത, ശ്രീനിവാസൻ, പരേതയായ അജിത എന്നിവർ മരുമക്കളുമാണ്. കൊടകര മുണ്ടക്കൽ വീട്ടിൽ ഗംഗാധരൻ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ചന്ദ്രാവതിയാണ് ഭാര്യ. പ്രവീൺ, പ്രിയ എന്നിവർ മക്കളും. ആനന്ദൻ മരുമകനുമാണ്. പുതുക്കാട് കുന്നുമക്കര വിജയൻ അന്തരിച്ചു. 77 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച ഉച്ചയ്ക്ക് 1-ന് തെക്കേ തുറവിലെ വസതിയിൽ. പരേതയായ സുലോചനയാണ് ഭാര്യ. രഘു, രതീഷ്, രാഖി, രേഖ എന്നിവർ മക്കളും. രാമനാഥൻ, ഷാജു, സജിത, സൗമ്യ എന്നിവർ മരുമക്കളുമാണ്. മുപ്പുളിയം അന്തിക്കാടൻ സദാനന്ദന്റെയും ശോഭനയുടെയും മകൾ സരിത അന്തരിച്ചു. 34 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ബിജുവാണ് ഭർത്താവ്. മകൾ അവന്തിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുതുക്കാട് സെന്ററിന് സമീപം ദേശീയപാതയോരത്ത് കൂട്ടിയിട്ട ടാറിംഗ് അവശിഷ്ടങ്ങളിൽ ബൈക്കിടിച്ച് മറിഞ്ഞ് യുവാവ് മരിച്ചു. ശക്തമായ മഴയിൽ വരാക്കര കാളക്കല്ലിൽ വീടിനോട് ചേർന്ന് മണ്ണിടിഞ്ഞ് മതിൽ തകർന്നു. കാളക്കല്ല് കല്ലംകുളം മൂലംകോട്ടിൽ മനോജിന്റെ വീട് അപകടാവസ്ഥയിലായി. വയനാട് ദുരിതബാധിതരെ കേന്ദ്ര സർക്കാർ അവഗണിക്കുന്നുവെന്നാരോപിച്ച് അഖിലേന്ത്യാ കിസാൻ സഭ പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആമ്പല്ലൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. കൊടകര പഞ്ചായത്തിലെ പേരാമ്പ്രയിൽ കനാലിന്റെ കരിങ്കൽ കെട്ടിടിഞ്ഞ് അപകട ഭീഷണിയായി. പറപ്പൂക്കര PVS ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ആദരായനം ചടങ്ങിൽ ദേശീയ, സംസ്ഥാന, ജില്ലാ, ഉപജില്ലാ കലാ കായിക ശാസ്ത്ര മത്സരങ്ങളിലെ ജേതാക്കളെ ആദരിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.